Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പകൽ വൈകുന്നേര സമയം ഒന്നുകൂടെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനായി അതിൻ്റെ അഡ്മിനിസ്ട്രക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഈ പകലിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുവാൻ ഓൺലൈനിലായിരിക്കുന്ന എല്ലാ ദൈവമകൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ഷീജ, ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അല്പസമയം ഇന്നത്തെ വചനത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള വിഷയം ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ, വാച്ച് ആൻഡ് പ്രേ. ഹല്ലേലൂയ. അല്പസമയം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വിഷയത്തിൽ നിന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവേ സ്തോത്രം, കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകലിൽ കർത്താവ് ഈ ഫേസ്ബുക്ക് പേജിലൂടെ അപ്പച്ചൻ്റെ വലിയ നാമത്തെ ഉയർത്തുവാൻ തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം വേണമപ്പാ, അങ്ങയുടെ കൃപ വേണമപ്പാ, ദൈവ സാന്നിധ്യം ഈ ഹല്ലേലൂയ ലൈവ് പ്രോഗ്രാമിൽ വരണമേ അപ്പാ. ഹല്ലേലൂയ. അങ്ങയുടെ വചനം പ്രസ്താവിപ്പാൻ ശക്തിയോടെ, സാമർഥ്യത്തോടെ, ദൈവകൃപയോടെ, ഹല്ലേലൂയ, അങ്ങയുടെ വചനം പ്രസ്താവിപ്പാൻ ബലപ്പെടുത്തപ്പാ. നാവോട് കൂടെ ഇരിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും ഇന്ന് പകൽ വലിയ വിടുതലിന് കാരണമാക്കി തീർക്കണം. അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങ് ഏൽപ്പിച്ച മെസ്സേജ് ഹല്ലേലൂയ അതുപോലെ ഹല്ലേലൂയ അതേ ദൈവിക സാമർഥ്യത്തോടെ വിളമ്പുവാൻ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നെറ്റിന് യാതൊരു കർത്താവേ സ്തോത്രം ഇഷ്യൂസും ഉണ്ടാകാതെ ദൈവം നിയന്ത്രിക്കും. എല്ലാം അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നല്ല സമയത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വചനം ഹല്ലേലൂയ ജീവനും ചൈതന്യവുമുള്ളത്. ഹല്ലേലൂയ. ജീവൻ ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനം പ്രസ്താവിപ്പാൻ, ഹല്ലേലൂയ, അന്യനിമിഷം ജീവിക്കുന്ന ദൈവത്തെ രുചിച്ചറിഞ്ഞുകൊണ്ടിരിപ്പാൻ, ഹല്ലേലൂയ, നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പകലിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം, ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു മെസ്സേജ്. ഹല്ലേലൂയ. ആ മെസ്സേജ് ഇതാണ്: ഉണർന്ന് പ്രാർത്ഥിപ്പാൻ. ഹല്ലേലൂയ. ജാഗ്രതയോടിരിപ്പാൻ, ഉണർവോടിരിപ്പാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തത് കാരണം ഉണർന്നും പ്രാർത്ഥിച്ചും ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തിരിപ്പാൻ. ഹല്ലേലൂയ. ആ ഒരു മെസ്സേജ് ഇന്ന് പകൽ നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ അല്പസമയം, വരുന്ന അരമണിക്കൂർ ബാക്കി എല്ലാ ഹല്ലേലൂയ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ഈ വചനത്തിൻ്റെ മുന്നിലായിരിക്കുകയാണെങ്കിൽ ആമേൻ, ഇന്ന് ഈ സമയം വരെ നിങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെയല്ല ജീവിതത്തിന് ഒരു വലിയ വിടുതൽ തരുവാൻ, ഒരു വലിയ വ്യത്യാസം തരുവാൻ. ഹല്ലേലൂയ. ആത്മീയ അവസ്ഥകൾക്കും സകല അവസ്ഥകൾക്കും ആമേൻ ഒരു വലിയൊരു വിടുതൽ തരുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. ദൈവത്തോളം ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം അതിന്ന് പകൽ എവിടെയൊക്കെ എത്തുന്നോ ഹല്ലേലൂയ ആ സ്ഥാനങ്ങളിൽ വൻ കാര്യങ്ങൾ ദൈവം ചെയ്യും. പരിശുദ്ധാത്മാവ് വലിയവ ചെയ്യും. ഹല്ലേലൂയ. അതിനാധാരമായ ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 13:33. ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. 35. യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായിക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിൻ. ഹല്ലേലൂയ. നമുക്കറിയാം, മർക്കോസ് 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്ന വാചകങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഡയറക്റ്റായിട്ട് യേശു കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിനും ലോകാവസാനത്തിനും ഒക്കെയുള്ള അടയാളം ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ശിഷ്യരോട് സംസാരിക്കുന്ന ആ വാചകങ്ങളിൽ ഒന്നാണ് ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായ കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. ദൈവം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതാണ്, ആ കാലം എപ്പോൾ എന്ന് അറിയായ കൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ഹല്ലേലൂയ. അപ്പോൾ അത് നമ്മളോടും കൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കർത്താവിൻ്റെ വരവിൻ്റെ പടിവാതിൽക്കൽ എത്തി ഇരിക്കുന്ന ഈ സമയം നമ്മളോടും കൂടെ കർത്താവിൻ്റെ വചനം സംസാരിക്കുന്നതാണ് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. പ്രിയ ദൈവമക്കളെ, ഒന്ന് നമുക്കിന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു പകലാണിത്. ഹല്ലേലൂയ. നമ്മൾ ഉണർന്നിരിക്കുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യൻ ഇന്ന് പകൽ ബലപ്പെട്ടിരിക്കുന്നുണ്ടോ? അതോ പലവിധ ഉപജീവന ചിന്തകളാൽ, ലോകത്തിന്റെ പലവിധ ഞെരുക്കുന്ന അനുഭവങ്ങളാൽ
നമ്മുടെ ജീവിതം, നമ്മുടേതായ ആത്മീയ ജീവിതം ബലഹീനപ്പെട്ടിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഒന്ന് ശോധന ചെയ്യേണ്ടുന്ന ഒരു പകൽ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എല്ലാവരെയും അതിനായി ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും, ജാഗ്രതയോടിരിക്കാനാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ കാലഘട്ടത്തെ ഒന്ന് വിവേചിച്ച് നോക്കുകയാണെങ്കിൽ പണ്ടെന്ന് നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രശ്നങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ 2 വർഷക്കാലം കോവിഡിന്റെ പ്രശ്നങ്ങൾ, അനേകർ ഈ ലോകം വിട്ട് മാഞ്ഞുപോയി. ലോകത്തുനിന്ന് ഒത്തിരി പേർ, ദൈവമക്കളും അല്ലാത്തവരും, കോവിഡിനാൽ പലരും ഈ ലോകം വിട്ട് മാഞ്ഞുപോയി. എന്നാൽ ദൈവം നമ്മളെ ജീവനോടെ, ഹല്ലേലൂയ, ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിപ്പാൻ നമ്മളെ ഈ ഭൂമുഖത്ത് ജീവനോടെ ശേഷിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ, വലിയ പ്രവൃത്തി കാണുവാൻ നമ്മൾ പോകുന്നു. ഹല്ലേലൂയ. ദൈവം തന്ന ആരോഗ്യത്തിനായി, ദൈവം തന്ന ആയുസ്സിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് നമ്മളെ തന്നെ ഇന്ന് പകലൊന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. ഈ രാത്രി നമ്മുടെ അരുമനാഥൻ വരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ എടുക്കപ്പെടുവാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നമ്മൾ ഉണർന്നിരിക്കുന്നുണ്ടോ? നമ്മൾ ജാഗ്രതയോടെ ആയിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രാർത്ഥനയോടെയാണോ? നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ന് പോൽക്കാലം എപ്രകാരമായിരിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചിരിക്കുന്നു, ബലഹീനപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ തന്റെ വിലയേറിയ രക്തത്താൽ, ഹല്ലേലൂയ, വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങി നമ്മെ കർത്താവിന്റെ പുത്രന്മാരും പുത്രിമാരുമാക്കി. സ്വർഗീയ അപ്പച്ചന്റെ മക്കളാണ് നമ്മൾ. ഹല്ലേലൂയ. നമ്മുടെ പിതാവ് ജീവനോടെ ഇന്ന് പകലും ഇരിക്കുന്ന ആ സ്വർഗരാജ്യത്തിൽ, ഹല്ലേലൂയ, സകല അവകാശങ്ങളും നമുക്ക് തന്നു. ക്രൂശിൽ, ഹല്ലേലൂയ, നമ്മുടെ സകല രോഗങ്ങൾക്കും, നമ്മുടെ സകല ശാപങ്ങളെയും വഹിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നമ്മുടെ സകല രോഗങ്ങളെയും വഹിച്ചുകൊണ്ട് ക്രൂശിൽ, ഹല്ലേലൂയ, യാഗമായി തീർന്നു. ആ ക്രൂശിൽ യാഗമായത് മുഖാന്തരം, ആമേൻ, നമുക്ക്, ഹല്ലേലൂയ, ലഭിച്ച സൗഖ്യം, ഹല്ലേലൂയ, നമുക്ക് ലഭിച്ച നിത്യജീവൻ, നമുക്ക് ലഭിച്ച, ഹല്ലേലൂയ, രക്ഷ, അത് എത്ര വലുതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പലപ്പോഴും നമ്മൾ ചിന്തിച്ചതിനേക്കാളും, നമ്മൾ പ്രത്യാശിച്ചതിനേക്കാൾ അപ്പുറമായി ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മളിത് ഓർക്കാറുണ്ടോ? നമ്മുടെ രക്ഷ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ദൈവം, ഹല്ലേലൂയ, സ്വർഗത്തിൽ കരുതി വച്ചേക്കുന്ന മഹിമാ ധനത്തെ കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ടോ? ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, എത്ര പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ശത്രുവായവൻ നമ്മുടെ ജീവിത പടകിൽ കൊണ്ടുവന്നാലും യേശുവിന്റെ നാമത്തിൽ അതിനെല്ലാം ജയിച്ചെടുക്കുവാൻ, ഹല്ലേലൂയ, ജയിച്ചു മുന്നേറുവാൻ, ഹല്ലേലൂയ, ഒരു അത്യന്ത നാമം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു അത്യന്ത നാമം ഇന്ന് പോൽക്കാലം നമുക്കുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാം. ഹല്ലേലൂയ. തളർന്നു പോകേണ്ട സമയമല്ല ഇത്. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകേണ്ട സമയമല്ല ഇത്. മടുത്തു പോകേണ്ട സമയമല്ല ഇത്. ആരെങ്കിലും എന്നെ കേൾക്കുന്ന, ആമേൻ, ഏതെങ്കിലും ദൈവമക്കൾ ലൈവിലാണോ അതോ പിന്നീടായിരുന്നാലും, ഹല്ലേലൂയ, ഈ വചനം ശ്രവിക്കുന്ന ആരെങ്കിലും, ഹല്ലേലൂയ, മടുത്ത് ക്ഷീണിച്ചുള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പകൽ എഴുന്നേൽക്കേണ്ട പകലാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, ഹല്ലേലൂയ, വിശ്വാസത്തിൽ മുന്നേറേണ്ട പകലാണിത്. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോയാൽ, മടുത്തു പോയാൽ, എൻ്റെ അരുമനാഥന്റെ വരവിങ്കൽ ആ കാഹളധ്വനി കേൾപ്പാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ആത്മാവ് ശക്തിയോടെ ഉണർന്ന് ജാഗരിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. മത്തായി 26:41 പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രാർത്ഥിപ്പാനായി കടന്നുപോയി. പത്രോസിനെയും സെബദി പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് കുറച്ച് സമയം കർത്താവ് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു. ഹല്ലേലൂയ. കർത്താവ് അവരോട് ചോദിക്കുകയാണ്, ഒരു നാഴിക പോലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്ന് പ്രാർത്ഥിപ്പാൻ കഴിയില്ലയോ? ഹല്ലേലൂയ. വീണ്ടും പോയി പ്രാർത്ഥിക്കാൻ കർത്താവ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും അവരെന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു. ഹല്ലേലൂയ. അന്നേരം പറയുന്നതാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലും പരീക്ഷകൾ, പ്രതിസന്ധികൾ നമ്മൾ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യം. നമ്മളും ദൈവവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഹല്ലേലൂയ, നാമും നമ്മുടെ പിതാവുമായിട്ട് ഒരു വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ ദിവസങ്ങളിൽ ഏർപ്പെടേണ്ടത് വളരെ അത്യാവശ്യം. ഹല്ലേലൂയ.
നമ്മൾ ചിലപ്പോൾ 5 വർഷമായിരിക്കാം, 10 വർഷമായിരിക്കാം, 20 വർഷമായിരിക്കാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ മക്കളായിട്ട്. പക്ഷേ നമ്മുടെ അകത്തെ മനുഷ്യൻ അത്രയും വളർച്ച പ്രാപിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. എന്ന് പകലൊന്ന് വിചിന്തനം ചെയ്യണം. നമ്മുടെ അകത്തെ മനുഷ്യൻ, നമ്മുടെ ആത്മീയ മനുഷ്യൻ, ഹല്ലേലൂയ, നമ്മൾ എത്ര വർഷമായി ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ മക്കളായി തീർന്നിട്ട് അത്രയും വർഷത്തെ വളർച്ചയുണ്ടോ? അതോ ഇന്നും ഒരു കുഞ്ഞിനെ പോലെ പാല് കുടിക്കുന്ന ഒരു സ്റ്റേജിലാണോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ വളർച്ച, അകത്തെ മനുഷ്യന്റെ വളർച്ച എപ്രകാരമാണ്? ഹല്ലേലൂയ. നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ അറിയാം, അതിന് കുഞ്ഞു പ്രായത്തിൽ അതിന് പാല് കൊടുത്ത് വളർത്തും. എന്നാൽ നമ്മൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അതിന് കട്ടി ആഹാരം കൊടുക്കും. എന്നാൽ കുറച്ചുകൂടെ വലുതാകുമ്പോൾ സകലവിധ ആഹാരം കഴിപ്പാൻ അത് ആമേൻ അത് ശീലിക്കും. അത് നമ്മൾ കൊടുത്ത് അതിനെ നമ്മൾ ശീലിപ്പിക്കും. ഹല്ലേലൂയ. ഒരു 10 വയസ്സായ കുട്ടി ഒരു കുഞ്ഞിനെ പോലെ ബിഹേവ് ചെയ്യുന്നെങ്കിൽ, ഒരു കുഞ്ഞിനെ പോലെ പാല് മാത്രം കുടിക്കുന്നെങ്കിൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വർഗീയ അപ്പച്ചന്, ഹല്ലേലൂയ, നമ്മൾ 20 വർഷമായി 25 വർഷമായി ഹല്ലേലൂയ ആത്മീയരെന്ന് പറഞ്ഞിട്ട് ഇന്നും പാല് കുടിച്ചുകൊണ്ടാണ് നടക്കുന്നെങ്കിൽ, ആ ഒരു ശൈശവ അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ പിതാവ് നമ്മളെ നോക്കി സന്തോഷിക്കുന്നുണ്ടായിരിക്കും, ദുഃഖിക്കുന്നുണ്ടായിരിക്കുമോ? ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് ഒന്ന് ഉണരാം. ഹല്ലേലൂയ. നമുക്കൊന്ന് സടകുടഞ്ഞ് എഴുന്നേക്കാം. ആത്മാവിൽ വളർന്ന് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കേണ്ട നാളുകൾ ആഗതമാണ്. ഹല്ലേലൂയ. സമയം നമ്മുടെ മുന്നിൽ അധികമില്ല. നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് എപ്പോഴാണോ നമുക്കറിയില്ല. ഏത് സമയവുമാകും. ലക്ഷണങ്ങൾ നമ്മുടെ മുന്നിൽ, അതിന്റെ ലക്ഷ്യങ്ങളെല്ലാം കാണുന്നുണ്ട്, ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഫേസ്ബുക്ക് പേജിലൂടെ നോക്കിക്ക, എത്രയോ നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കർത്താവിന്റെ വചനം അതിവേഗം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ ഈ ഫേസ്ബുക്ക് പേജിലൂടെ ആമേൻ ഈ ലൈവ് ചെയ്യുന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും ഹല്ലേലൂയ അവിടുത്തെ ജനത്തിന് ആമേൻ ഈ വചനം എത്തും. അതുപോലെ യൂട്യൂബിലൂടെ മറ്റ് പല ഹല്ലേലൂയ ആമേൻ മീഡിയാസ് വഴി ദിവസങ്ങളിലെ കർത്താവിന്റെ വചനം വളരെ വേഗം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആമേൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം എന്താ? അരിമനാഥന്റെ വരവ് വാതിൽക്കൽ. കർത്താവ് വരുന്നതിന് മുമ്പ് എല്ലാ നാഷൻസിലും കർത്താവിന്റെ വചനം എത്തണം. എല്ലായിടത്തും കർത്താവിന്റെ വചനം എത്തണം. അത് കർത്താവിന്റെ ഒരു കണ്ടീഷനാണ്. ഹല്ലേലൂയ. അത് ദിവസങ്ങൾ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കോവിഡ് വന്നതോടെ ഹല്ലേലൂയ സോഷ്യൽ മീഡിയയിലൂടെ ആമേൻ കർത്താവിന്റെ വചനം വളരെ വേഗം പരക്കാൻ തുടങ്ങി. നമ്മൾ തല ഉയർത്തി നോക്കേണ്ട ഒരു സമയമാണിത്. എൻ്റെ അരിമനാഥന്റെ വരവിന്ന് രാത്രിയാണെങ്കിൽ, അതോ ഈ നിമിഷമാണെങ്കിൽ ഞാൻ എടുക്കപ്പെടുമോ? ഹല്ലേലൂയ. എൻ്റെ ആത്മീയ മനുഷ്യൻ എപ്രകാരമുണ്ട്? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ ഭാവി ജീവിതത്തെ കുറിച്ച്, ഞാൻ എൻ്റെ വീട്ടുകാരുടെ വിഷയങ്ങളെ കുറിച്ച്, ഞാൻ എൻ്റെ കടഭാരത്തെ കുറിച്ച്, സാമ്പത്തിക വിഷയത്തെ കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെട്ട് ഹല്ലേലൂയ എൻ്റെ മനസ്സും എൻ്റെ ശ്രദ്ധയും ഹല്ലേലൂയ എൻ്റെ ജീവിതം മുഴുവൻ ആ ആകുലതയിൽ കഴിച്ചു കൂട്ടുന്നു. അതോ ഹല്ലേലൂയ ഈ പകൽക്കാലം ഞാനും എൻ്റെ അരിമനാഥനുമായി ഒരു വലിയ ബന്ധമുണ്ടോ? ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നിറവും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് എൻ്റെ പ്രിയ ദൈവമക്കളെ ഇന്ന് പകൽ നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ട ഒരു പകലാണ്. ഹല്ലേലൂയ. നമ്മെ തന്നെ വിചിന്തനം ചെയ്യേണ്ട ഒരു പകലാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തമായി ഇന്ന് പകൽ എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആകുലപ്പെട്ടിരിക്കേണ്ട സമയമല്ലത്. ഹല്ലേലൂയ. നിരാശപ്പെട്ടിരിക്കേണ്ട സമയമല്ലത്. ഹല്ലേലൂയ. ആമേൻ. ഉറങ്ങിക്കിടക്കേണ്ട സമയമല്ല. ആത്മീയ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഹല്ലേലൂയ ക്രിസ്തുവിന് വേണ്ടി അടരാടേണ്ട സമയമാണിത്. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കേണ്ട സമയമാണിത്. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചൻ അറിയാം നാം എന്നാണ് കർത്താവിന്റെ മക്കളായി തീർന്നത്. എത്ര വയസ്സുണ്ട് നമുക്ക്, നമ്മുടെ ആത്മീയ മനുഷ്യൻ എത്ര വയസ്സുണ്ടെന്ന് നമ്മുടെ അപ്പച്ചൻ അറിയാം. നമ്മൾ ഒരു നാൾ കർത്താവിന്റെ മുന്നിൽ നിൽക്കേണ്ടുന്നവരാണ്. ഹല്ലേലൂയ. നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. അന്ന് കർത്താവ് നമ്മളോട് ചോദിക്കും, എൻ്റെ മകനെ മകളെ, നമ്മുടെ പേര് വിളിച്ചിട്ട് ചോദിക്കും, ഞാൻ നിനക്ക് തന്ന താലന്തുകളുണ്ടല്ലോ, കഴിവുകളുണ്ടല്ലോ, കൃപകളുണ്ടല്ലോ, നീ എത്ര വ്യാപാരം ചെയ്തു? ഹല്ലേലൂയ. അതിന്റെ കണക്ക് തമ്പുരാൻ നമ്മളോട് ചോദിക്കും. ഹല്ലേലൂയ. നമുക്ക് എന്തുണ്ട് പറയാൻ? ഹല്ലേലൂയ. ഞാൻ ഇത്ര വ്യാപാരം ചെയ്തു, ഞാൻ ഇത്ര ആത്മാക്കളെ നേടി, ഞാൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഇന്നത് ചെയ്തു, ഹല്ലേലൂയ എന്ന് പറയുവാൻ, ആ പട്ടിക നിരത്തുവാൻ നമ്മുടെ പക്കലുണ്ടോ? ഇല്ലെങ്കിൽ ഹല്ലേലൂയ ഈ പകൽ പിന്നെയും അവസരമുണ്ട്. ഹല്ലേലൂയ. ആരെങ്കിലും ആത്മീയമായി ആമേൻ ഹല്ലേലൂയ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പകൽ വ്യക്തമായി പറയുന്നു, ഉണർന്നെഴുന്നേൽക്ക
നിൽക്കേണ്ട പകലാണിത്. ഹല്ലേലൂയ. സോർന്നു പോകാതെ, ഹല്ലേലൂയ, ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ മുന്നേറേണ്ടുന്ന ഒരു പകലാണിത്. ഹല്ലേലൂയ. അതിനായി ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. സ്തോത്രം, സ്തോത്രം. അതിനായി ദൈവത്തിന്റെ കരം ഇന്ന് പകൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനുവേണ്ടി ഹല്ലേലൂയ ഗ്രൂപ്പിലൂടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസ് 21:34-36. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവോളം മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ഹല്ലേലൂയ. ഈ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താൽ, പിന്നെന്ത് പറയുന്നു ലൂക്കോസ്, മദ്യപാനത്താൽ ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് ഒരു കണി പോലെ നിങ്ങളെ പിടിക്കാതിരിക്കാൻ, പെട്ടെന്ന് അത് നമ്മളെ പിടിച്ചിട്ട് നമുക്ക് കർത്താവിന്റെ മുമ്പിൽ നിൽപ്പാനുള്ള ശക്തി ഇല്ലാതിരുന്നാൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതിരിപ്പാൻ ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് ഹല്ലേലൂയ ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കാം. ഹല്ലേലൂയ. ഒന്ന് ഹല്ലേലൂയ ആമേൻ ആത്മാവിൽ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ശത്രുവായവൻ ഏതൊക്കെ പ്രതികൂലങ്ങളാണോ, പ്രതിസന്ധികളിലാണോ ജീവിതങ്ങളെ കുടുക്കിയിട്ടേക്കുന്നത്, ആമേൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലാണോ, നിരാശയിലാണോ, ഹല്ലേലൂയ തലമുറയെ കുറിച്ചുള്ള വിഷയങ്ങളിലാണോ, ആമേൻ കുരുക്കിയിട്ടിട്ട് ഹല്ലേലൂയ ഭാരത്തോടെ വിഷമത്തോടെ നാളുകൾ ദിവസങ്ങളിൽ കഴിഞ്ഞു പോകുവാൻ വേണ്ടി ഹല്ലേലൂയ ശത്രുവിനെ ട്രാപ്പിട്ടിരിക്കുന്നത് ഈ പകൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഭവനങ്ങളിൽ ഇറങ്ങി ജീവിതങ്ങളെ വിടുവിച്ചെടുക്കുന്ന പകലാണിത്. ഹല്ലേലൂയ. ഏറ്റെടുത്ത് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഇന്ന് പകൽ വിടുതലുകൾ നടക്കട്ടെ. കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ദൈവപ്രവൃത്തി നടക്കട്ടെ. കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ തലമുറകളിൽ ദൈവപ്രവൃത്തി ഇന്ന് പകൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദാസിമാരെ, കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നത്, ഹല്ലേലൂയ ഈ ദിവസങ്ങൾ കർത്താവിന്റെ വേല ചെയ്തിട്ട് ഹല്ലേലൂയ ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നത് കാണാതെ, ആമേൻ സഭാ വളർച്ച കാണാതെ, ഹല്ലേലൂയ പലവിധ വിഷയങ്ങളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇന്ന് പകൽ നിങ്ങളുടെ പകലാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് വർദ്ധിപ്പിച്ചേ. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചേ. ദേശത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളോട് പോരാടി പ്രാർത്ഥിച്ചേ. വിടുതൽ നിങ്ങൾക്കുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ സഭകളിൽ വിടുതലുകൾ കാണുവാൻ പോകുന്നു. ആമേൻ. ആത്മാക്കളുടെ വിടുതലുകൾ കാണുവാൻ പോകുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇന്ന് പകൽ പ്രവർത്തിക്കട്ടെ. അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 2:11 സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഹല്ലേലൂയ. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ നാം വിചാരിക്കും ചിലപ്പോൾ ഇത് ദൈവഹിതമായിരിക്കും. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു കർത്താവ് ഒരിക്കലും നമ്മളെ പരീക്ഷിക്കുന്നില്ലെന്ന്, പരീക്ഷയിൽ കടത്തിവിടുന്നില്ല. അതാ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. പക്ഷെ തന്ത്രങ്ങൾ കൊണ്ടിടുന്നത്, പ്രതികൂലങ്ങൾ കൊണ്ടിടുന്നത് ആരാണ്? സാത്താൻ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഹല്ലേലൂയ. സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അത് ആ തന്ത്രങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് കർത്താവിന്റെ വചനം പറയുന്ന ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിക്കണം. നമ്മൾ ഉണർന്നും പ്രാർത്ഥിച്ചും ഏത് സമയവും ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ, ഏത് സമയവും നമ്മൾ വചനധ്യാനത്തിലും കർത്താവിനോടുള്ള പ്രാർത്ഥനയിലും കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉപദേശിക്കും. കർത്താവ് നമുക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരും. കർത്താവ് നമ്മളെ നേരോടെ വഴി നടത്തും. ദുഷ്ടന്റെ കെണിയിൽ അകപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. കർത്താവ് അതിൽ നിന്നെല്ലാം നമ്മളെ വിലക്കി കാക്കും. അതിനാണ് പറയുന്നത് ഉണർന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ. നമ്മൾ ഉറങ്ങുമ്പോഴാണ് പിശാച് വിതയ്ക്കാൻ വരുന്നത് നമ്മുടെ കുടുംബത്തിൽ. ശ്രദ്ധിക്കണമേ. നമ്മൾ ഉറങ്ങുമ്പോൾ, നമ്മൾ
സാധാരണ നമ്മുടെ ഉറക്കമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ആത്മീയ ഉറക്കം. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ഉറക്കം വരുമ്പോൾ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ വിതയ്ക്കാൻ വരും, നമ്മുടെ ഭവനത്തിൽ വിതയ്ക്കാൻ വരും, പ്രതികൂലങ്ങൾ സൃഷ്ടിക്കാൻ വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ നിർമ്മതരായിരിക്കണം. ഹല്ലേലൂയ. അലേർട്ടായിരിക്കണം. രാത്രി പകല് സെക്യൂരിറ്റി ഗാർഡും രാത്രിയും സെക്യൂരിറ്റി ഗാർഡും ഉണ്ട്. പക്ഷേ രാത്രിയിൽ സെക്യൂരിറ്റി ഗാർഡ് എപ്പോഴും ഉണർന്നിരിക്കുന്നു. കാരണം എന്ത്? ഇരുളിന്റെ അന്ധകാരത്തിന്റെ സമയത്താണ് ആമേൻ കള്ളന്മാർ വരുന്നതും ആമേൻ പ്രതികൂലങ്ങൾ പലത് വരുന്നതും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? രാത്രിയുടെ സമയങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. രാത്രി വിതയ്ക്കാൻ വരുന്ന ശത്രുവിനെ തുരത്തി ഓടിക്കുവാൻ രാത്രി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ വരാം. അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം തരും. ഭവന അന്തരീക്ഷങ്ങൾ മാറുവാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവമായിട്ട് ഒരു ഉടമ്പടിയിൽ വരുവാൻ 10 മിനിറ്റ് പ്രാർത്ഥന, 15 മിനിറ്റ് പ്രാർത്ഥന, അരമണിക്കൂർ പ്രാർത്ഥന മാറ്റിവെക്കാം. ഹല്ലേലൂയ. ദൈവമായിട്ട് ഒരു കോൺസ്റ്റന്റ് റിലേഷൻ ഷിപ്പിൽ വരാം. ഹല്ലേലൂയ. അരിമനാഥനുമായിട്ട് ഏത് സമയവും നമുക്ക് ആമേൻ സംസാരിക്കാം. എല്ലാറ്റിനും നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എപ്പോഴും സന്തോഷിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ആമേൻ. നമ്മൾ സ്തോത്രത്തിൽ കവിയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഭാരത്തിന് സ്ഥാനമില്ല. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നിരാശയ്ക്ക് പിന്നെ സ്ഥാനമില്ല. നമ്മൾ പിന്നെ മറ്റുള്ളവരെ വിധിക്കാൻ പോകുകയില്ല. ഹല്ലേലൂയ. സ്തോത്രത്തിൽ കവിയുമ്പോൾ ഹല്ലേലൂയ നന്ദിയാൽ നമ്മുടെ ഹൃദയം നിറയുമ്പോൾ ഹല്ലേലൂയ വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചിന്താമം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ബന്ധം ഒന്ന് ഉറ്റിരിക്കുമ്പോൾ, നമ്മളൊന്ന് ഹല്ലേലൂയ ദൃഢബന്ധത്തിൽ വരുമ്പോൾ കർത്താവിന്റെ ശബ്ദം ദൈവം നമ്മളെ ഹല്ലേലൂയ കേൾപ്പിക്കും. നാളെ എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഓരോ വിഷയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാകാത്ത ഘട്ടങ്ങൾ വരുമ്പോൾ പ്രവാചകന്മാരുടെ അടുക്കൽ ഓടുന്നതിന് പകരം ആമേൻ അറയിൽ കടന്ന് വാതിലടച്ച് ഹല്ലേലൂയ രഹസ്യത്തിൽ കടന്ന് നമ്മുടെ പിതാവിനോട് സംസാരിച്ചാൽ ആ പിതാവ് നമുക്ക് അരുളി ചെയ്യും. ഹല്ലേലൂയ. മകനെ മകളെ, ഇതാകുന്ന വഴി, ഇതിലേ നടക്ക, ഇന്നത് ചെയ്, ഇത് ചെയ്, ഹല്ലേലൂയ അത് ചെയ്യണ്ട. വ്യക്തമായ ദൈവശബ്ദം നമ്മളെ കേൾപ്പിക്കും. പ്രിയമുള്ളവരെ, ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഹല്ലേലൂയ ഒന്നുകൂടെ വർദ്ധിപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ വചന ധ്യാനം വെറുതെ വചനം വായിക്കുന്നതല്ല, മെഡിറ്റേറ്റ് ചെയ്യാം, ധ്യാനിക്കാം വചനം. ഹല്ലേലൂയ. ജീവനുള്ള വചനം ഇന്ന് പകൽ ക്രിയ ചെയ്യുന്നതിനായി സ്തോത്രം. 1 തിമോത്തി 6:17 മുതൽ 19 വരെ നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശവെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. ഇവിടെ തിമോത്തി പറയുന്നത് നോക്കണേ, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. നോക്കണം, നമ്മുടെ സ്വർഗീയ അപ്പച്ചന് ഒന്നിനും കുറവില്ല. സ്വർഗീയ ഭണ്ഡാരത്തിൽ നമുക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട്. എല്ലാം ആത്മീയമായാലും ഭൗമികമായിരുന്നാലും ഒരു ദൈവ പൈതലിനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം നമ്മുടെ സ്വർഗീയ അപ്പച്ചന്റെ ഭണ്ഡാരത്തിലുണ്ട്. ഹല്ലേലൂയ. ആ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല കേട്ടോ. ഞാൻ എൻ്റെ അപ്പൻ്റെ പൈതലാണ്, അപ്പൻ്റെ മകളാണെങ്കിൽ ഹല്ലേലൂയ എനിക്ക് ധൈര്യമായി എൻ്റെ അപ്പച്ചനോട് പോയി ചോദിക്കുക, അപ്പാ ഹല്ലേലൂയ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുന്നത് എന്തെന്നോ, നാം ചോദിക്കുന്നതിന് മുമ്പ് അപ്പച്ചൻ അറിയുന്നില്ല, നമ്മുടെ അപ്പൻ അറിയുന്നു എന്താ നിന്റെ ആവശ്യം, എന്താ എൻ്റെ ആവശ്യം. എല്ലാം അപ്പച്ചൻ അറിയുന്നു. പക്ഷെ വേറൊരു വാക്യത്തിൽ പറയുന്നു, എന്താ ചോദിക്കുന്നവന് ദൈവം കൊടുക്കുന്നു. ഹല്ലേലൂയ. ചോദിക്കുന്നവന്, മുട്ടുവിനെന്നാൽ തുറക്കപ്പെടും. ഹല്ലേലൂയ. യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. അത് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം. നമ്മുടെ എന്തൊക്കെ ആവശ്യങ്ങളാണോ ആത്മീയമാവട്ടെ ഭൗമികമാവട്ടെ നമ്മൾ ചോദിക്കണം എൻ്റെ അപ്പനോട്. അപ്പച്ചൻ നമുക്ക് തരും. സർവശക്തനാണ്. അപ്പൻ്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല. നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിക്കും. സകലവും ധാരാളമായി അനുഭവിപ്പാൻ. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല? ഹല്ലേലൂയ. എന്തുകൊണ്ട് അത് ലഭിക്കുന്നില്ല? ഒന്ന് ചിന്തിച്ചേ. ചിലവർ ആത്മീയ ഗോളത്തിൽ വരുമ്പോൾ തന്നെ ചില സഭകൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ചില ദൈവദാസന്മാർ ആത്മീയമായി പുഷ്ടി പ്രാപിച്ച് അവരുടേതായ ശുശ്രൂഷയുടെ ടെറിട്ടറീസ്, അവരുടെ ശുശ്രൂഷയുടെ മേഖലകൾ ആമേൻ ഹല്ലേലൂയ വിസ്താരമായി വരുന്നു. ചില സഭകൾ വളരുന്നില്ല. അതുപോലെ ചില വിശ്വാസ കുടുംബങ്ങൾ ആമേൻ ഭൗമികമായാലും ആത്മീയമായാലും മുരടിച്ചിരിക്കുന്നു. തോൽവി അവരുടെ ജീവിതത്തിൽ. എന്നാൽ വേറൊരു സൈഡ് നോക്കിയാൽ ചില കുടുംബങ്ങൾ വളരെ
ആമേൻ. ചില വ്യക്തി ജീവിതങ്ങൾ പുഷ്ടി പ്രാപിച്ച് പന പോലെ തഴച്ചു വളരുന്നു. എന്താണ് അതിൻ്റെ വ്യത്യാസം? ദൈവം പക്ഷപാതം ദൈവത്തിന് അനീതിയുണ്ടോ? ദൈവത്തിന് പക്ഷപാതമുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അപ്പം നമ്മൾ പറയും, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ എത്രയോ വർഷം കൊണ്ട് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മകളുടെ ഈ സ്ഥിതി മാറും, എൻ്റെ വീട്ടിൻ്റെ ഈ അവസ്ഥ മാറും, എനിക്കൊരു നല്ലൊരു ഭവനം ലഭിക്കും, എൻ്റെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കും, അവർക്ക് നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കും, എൻ്റെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറും. ഞാൻ എത്ര വർഷം കൊണ്ട് വിശ്വസിക്കുന്നു, ഇന്നും നടന്നില്ല. എന്തുകൊണ്ട് നടക്കാത്തെ? ഹല്ലേലൂയ. പല പ്രവാചകന്മാരിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി പ്രോമിസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ ദൂത്, ദൈവത്തിൽ നിന്നുള്ള ആ പ്രോമിസ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് വേണ്ടിയുള്ള ആലോചന. പക്ഷെ 15 വർഷമായി, 20 വർഷമായി, 25 വർഷമായി ഇന്നും എന്തുകൊണ്ട് അത് നമുക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റുന്നില്ല? ദൈവമാണ് നമ്മളോട് വാഗ്ദത്തം ചെയ്തേ. ആ ദൈവം അവിശ്വസ്തനാണോ? അല്ല, ഒരിക്കലുമല്ല. ദൈവം വിശ്വസ്തനാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നില്ല? ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ പല പ്രാവശ്യം ചിന്തിക്കുന്ന കാര്യമാണ്. എൻ്റെ ജീവിതത്തിലും കുഞ്ഞുനാൾ മുതൽ കേട്ടിട്ടുള്ള ഒത്തിരി പ്രോമിസ് ഉണ്ട്. കുറേ നടന്നു, ഇനിയും നടക്കാനുണ്ട്, ഒത്തിരി പ്രോമിസ് ഉണ്ട്. ഞാൻ ചോദിക്കും എന്തുകൊണ്ട്? പക്ഷേ ദൈവം അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാക്കി തന്ന ഇന്ന് പകൽ ഞാൻ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിടുവിക്കപ്പെടണം. ഹല്ലേലൂയ. മലയാളത്തിലും ഹിന്ദിയിലും വിശ്വാസത്തിന് വിശ്വാസം എന്നാണ് പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോൾ ബിലീവും ഫെയ്ത്തും ഉണ്ട്. രണ്ടും രണ്ടാണ്, രണ്ട് അർത്ഥമാണ്. ബിലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ ധാരാളമായി കൊടുക്കുന്നു, വിടുതലുണ്ട്, രോഗസൗഖ്യമുണ്ട്, എല്ലാം അത് ബിലീവാണ്. പക്ഷേ എന്താണ് ഫെയ്ത്ത്? ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തോടുകൂടെ അത് നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ അതിനുവേണ്ടി സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം, നമ്മൾ അതിനുവേണ്ടി സ്റ്റെപ്പ് വയ്ക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തോടൊന്നും കാണാതെ നമ്മൾ അതിനുവേണ്ടി സ്റ്റെപ്പ് വെക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ ഒരു മോനാകട്ടെ, കുഞ്ഞായിരുന്നപ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞു, ഞാൻ ഇവനൊരു ഡോക്ടറാക്കുമെന്ന് പറഞ്ഞു. ശരി, നമ്മളത് റിസീവ് ചെയ്ത് വിശ്വസിച്ച് എൻ്റെ മോൻ ഡോക്ടറാകും, എൻ്റെ കർത്താവ് ഡോക്ടറാക്കുമെന്ന് പറഞ്ഞു. അവൻ വളർന്ന് വലുതായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ മനസ്സിലുണ്ട് കർത്താവിനെ ഡോക്ടറാക്കാൻ പോകുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് മനസ്സിൽ വെച്ചിട്ട് കുഞ്ഞിനെ ആ രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ ആ കുഞ്ഞിന് സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് MBBSന്റെ അഡ്മിഷൻ എടുത്ത് അവൻ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ അവൻ്റെ ചാനലിനെ അങ്ങോട്ട് തിരിച്ചു വിടും, പഠിത്തത്തിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാക്കും. ഓക്കെ, ദൈവം അവനെ എന്താക്കും? MBBS ഡോക്ടറാക്കും. ശരി, എന്നാൽ വേറൊരു സൈഡ് നമുക്ക് ചിന്തിക്കാം. നമ്മളിത് കേട്ടിട്ടും ആ കുഞ്ഞിന് പഠിക്കാൻ വേണ്ടത്ര സപ്പോർട്ട് കൊടുക്കാതെ, ആ കുഞ്ഞ് പഠിത്തത്തിൽ ശ്രദ്ധയില്ലാതെ അവൻ വേറൊരു ലെവലിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അവനെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ അവനൊരു MBBS ഡോക്ടറാകാൻ പറ്റുമോ? ഇല്ല. കാരണം ഞാൻ ഇത് പറഞ്ഞ ഒരു ആത്മീയ മർമ്മമുണ്ട്. ഹല്ലേലൂയ. ഈ മർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളോട് ദൈവം ഒരു ആലോചന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യണം, സ്റ്റെപ്പ് വയ്ക്കണം, വിശ്വാസത്താൽ സ്റ്റെപ്പ് വയ്ക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ വാഞ്ചിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചോളും. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ ഒന്നും സ്റ്റെപ്പ് വയ്ക്കാതെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥം. കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ്. ഹല്ലേലൂയ. അതിന് ഫലം ഉളവാക്കുവാൻ കഴിയുകയില്ല. പക്ഷെ നമ്മൾ പ്രവൃത്തിയുള്ള വിശ്വാസമുള്ളവരാകണം. അതാണ് രണ്ടും, ആ ബിലീവും ഫെയ്ത്തും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമ്മൾക്ക് പല കർത്താവിൻ്റെ ആലോചന ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം, സ്റ്റെപ്പ് വയ്ക്കണം. ഹല്ലേലൂയ. അന്നേരം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ വിശ്വാസം കണ്ടിട്ട് അപ്പച്ചൻ പ്രവർത്തിക്കും. അപ്പോൾ വിശ്വാസം കൂടാതെ നമുക്ക് നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ആരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും പ്രവൃത്തി പദത്തിൽ വരുന്നില്ല, ഒന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് മുതൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ ഏത് വിഷയത്തിന്റെ മുന്നിലാണോ നിങ്ങൾ ഇന്ന് പകൽ ഭാരത്തോടെ ആയിരിക്കുന്നത്, എൻ്റെ അപ്പാ നിങ്ങൾ പറയുന്നുണ്ട് ഹല്ലേലൂയ ഇത്ര വർഷമായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ഒന്നും ലഭിച്ചില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ പറയുന്നു വിശ്വാസത്തോടെ ഹല്ലേലൂയ അതിന് വേണ്ടുന്ന സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ഒന്നുമില്ലാതിരിക്കുക, നോ പ്രോബ്ലം. ദൈവത്തിന് അതൊരു മാറ്ററേ അല്ല. ഹല്ലേലൂയ.
നിന്റെ കരങ്ങളിൽ ബാങ്ക് ബാലൻസ് ഉണ്ടോ, അത് നീ ഏത് കുടുംബത്തിലാണോ, ഹല്ലേലൂയ, ഏത് ജാതി, അതൊന്നും എൻ്റെ ഏത് രാജ്യത്താണോ, ഒരു പ്രശ്നമില്ല. നിന്നിൽ വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ആ ദൈവപ്രവൃത്തി സ്വീകരിപ്പാൻ, ആ ദൈവിക വാഗ്ദത്തത്തെ സ്വീകരിപ്പാൻ, ഹല്ലേലൂയ, നിന്നെ യോഗ്യനാക്കുന്നത്, എന്നെ യോഗ്യനാക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. ആ കടുകുമണിയോളമുള്ള വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, എൻ്റെ തമ്പുരാൻ പ്രവർത്തിപ്പാൻ സർവശക്തന്. ഏത് വിഷയത്തിന്റെ നടുവിൽ ഇന്ന് പകൽ ഭാരത്തോടെ ഇരിക്കുന്നു, ഹല്ലേലൂയ, ഏത് പ്രതിസന്ധിയുടെ നടുവിൽ ഇന്ന് പകൽ ഭാരത്തോടെ ഇരിക്കുന്നു, ആമേൻ, എൻ്റെ കർത്താവ് സർവശക്തനാണ്. നിന്നിൽ വിശ്വാസമുണ്ടായിരുന്നാൽ മതി. ഹല്ലേലൂയ. കുറിവാക്യത്തിലേക്ക് വേഗം വരട്ടെ, സമയം കഴിയാറായി, വേഗത്തിൽ വരുന്നു. ആമേൻ. പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ഉറ്റിരിപ്പാനും ഹല്ലേലൂയ ഉണർന്നിരിപ്പാനും പറയുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ്, നമുക്കറിയാം കർത്താവ് ചേർക്കാൻ വരുന്ന ആരെ? ഹല്ലേലൂയ കറയും പാട്ടവും മാലിന്യവുമില്ലാത്തൊരു മണവാട്ടിയെ ചേർക്കാനാണ് വരുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഉണരാതെയും പ്രാർത്ഥിക്കാതെയും വചനം ധ്യാനിക്കാതെ ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരില്ല. ഹല്ലേലൂയ. നമ്മൾ വചനം ധ്യാനിക്കുമ്പോഴാണ് നമ്മളിലുള്ള കുറവുകളെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുത്തി തന്ന് നമ്മളത് പറഞ്ഞ് നമ്മൾ ആ കുറവുകളെ ഏറ്റുപറഞ്ഞ് നമ്മളിൽ നിന്ന് അത് അകറ്റിയിട്ട് നമ്മളും ദൈവമായിട്ടുള്ള ഒരു വിശുദ്ധ ഹല്ലേലൂയ ഒരു കമ്മ്യൂണിക്കേഷനിലും വിശുദ്ധ ബന്ധത്തിലും വരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം അനുദിനം നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ സംസാരത്തിലൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അനുനിമിഷം വരുന്നത് നമ്മൾ ആ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റി നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലേ ആ കാഹളനാദത്തിൽ നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയും. ഈ പ്രാർത്ഥനയില്ല, വചനധ്യാനമില്ലാത്ത ഒരു വിശ്വാസിയാണെങ്കിൽ അവർക്ക് എങ്ങനെ പറ്റും ഇതിന് കാഹളനാദം കേൾക്കാൻ പറ്റുമോ? നമ്മുടെ ഹല്ലേലൂയ അങ്കിയിൽ കറ പിടിച്ചു പോയാൽ, ഹല്ലേലൂയ ആമേൻ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് പാളിച്ച പറ്റിയാൽ ആ കാഹള ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുമോ? ആ സ്വർഗീയ സ്ഥാനത്ത് പിതാവിന്റെ കൂടെ നമുക്ക് ഇരിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇന്ന് പകൽ വചനധ്യാനത്തിലും ആമേൻ പ്രാർത്ഥനയിലും ഉറ്റിരിക്കാൻ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തോടുള്ള ആ ബന്ധത്തിന്റെ സമയത്തെ ഒന്ന് ഹല്ലേലൂയ നമുക്കൊന്ന് ഹല്ലേലൂയ എക്സ്റ്റെൻഡ് ചെയ്യാം, ഒന്ന് വർദ്ധിപ്പിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ സമയത്തെ ഒന്ന് വർദ്ധിപ്പിക്കാം. രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കും. എന്ത് ചെയ്യണം, ഹല്ലേലൂയ, എങ്ങോട്ട് പോകണം, എന്തൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിട്ടും നമ്മൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്തിട്ട് ലഭിക്കാത്തത്, ഹല്ലേലൂയ, വരും ദിവസങ്ങളിൽ തമ്പുരാൻ ഹല്ലേലൂയ നമ്മുടെ സ്വർഗത്തിൽ പക്ഷെ നമുക്ക് വേണ്ടി ഹല്ലേലൂയ അത് തരുവാൻ സർവശക്തനാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം? ഹല്ലേലൂയ. നമ്മൾക്കറിയാം, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം. അടുത്തൊരു വാക്യം പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഫിലിപ്പിയർ 4:6 എന്താ പറയുന്നത്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. എല്ലാറ്റിലും പ്രാർത്ഥനയാലും യാചനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രേ വേണ്ടത്. ഹല്ലേലൂയ. എന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വിചാരപ്പെട്ട് കലങ്ങി ഭാരപ്പെട്ട് ആകുലപ്പെട്ടിരുന്നാൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. കർത്താവിന്റെ വചനം പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്ത് ചെയ്യണം? നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കണം. ഹല്ലേലൂയ. ആ ദൈവം നിങ്ങളുടെ ഏത് വിഷയത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ സർവശക്തനാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഏത് രാജ്യത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും എത്ര വലിയ ഹല്ലേലൂയ രോഗത്താൽ ഭാരപ്പെടുന്നവരായിരുന്നാലും ഇന്ന് പകൽ ഒന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ, എന്റെ ദൈവം സർവശക്തൻ. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ വിടുവിക്കും. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമുണ്ട്. ഏത് രോഗത്താൽ ഭാരപ്പെടുന്നവരായിരുന്നാൽ ഇന്ന് പകലൊന്ന് വിശ്വസിച്ചാൽ നിന്റെ രോഗക്കിടക്ക മാറ്റിയിരിക്കുവാൻ യേശു സർവശക്തനാണ്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് ഹല്ലേലൂയ ഐക്യതയില്ല, സമാധാനമില്ല, സന്തോഷമില്ലാതായിരിക്കുന്നെങ്കിൽ ദൈവസനി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഏത് പൈശാചിക പോരുകളാണോ ആമേൻ കുടുംബ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ സൃഷ്ടിച്ച് ഭിന്നതകൾ സൃഷ്ടിക്കുന്നത്, അതിന്റെ മേൽ ജയം തരുവാൻ എന്റെ യേശു സർവശക്തനാണ്. തലമുറകൾ ദൈവ വഴികളിലല്ലയോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. എന്റെ ദൈവം ഹല്ലേലൂയ വിശ്വസിക്കുക. എന്റെ ദൈവം മടക്കി വരുത്തുവാൻ സർവശക്തനാണ്. അനേകം സാക്ഷ്യങ്ങൾ എന്റെ ജീവിതത്തിൽ പറയുവാനുണ്ട്. എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ. അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനാൻ ദൈവമാണ്. എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രവർത്തിപ്പാൻ സ്വർഗം തുറന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്ന് പകലും സ്വർഗം തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ സ്വർഗീയ കരങ്ങളിൽ ഇന്ന് പകലും നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഉണർന്നിരിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
വിചാരപ്പെടാതെ ആകുലപ്പെടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിന്ന് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാം, ആത്മാക്കളെ നേടാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ വരവേറ്റവും അടുത്ത സമയങ്ങളിൽ കർത്താവിൻ്റെ ഏതെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് ഭാഗവാക്കുകളാകാം. ഹല്ലേലൂയ. ആ സ്വർഗീയ സാന്നിധ്യം അനുഭവിച്ച് അനുനിമിഷം ദൈവ സാന്നിധ്യത്തിൽ സന്തോഷത്തിൽ മുന്നേറുവാൻ കർത്താവ് നമ്മളേവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയും സമയം അനുവദിച്ചു തന്ന സിസ്റ്റർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത്ഭുത സാക്ഷ്യങ്ങൾ വരും ദിവസങ്ങളിൽ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തരുവാൻ പോകുന്നതിനായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ നാമം ഹല്ലേലൂയ ഗ്രൂപ്പിലൂടെ മഹത്വപ്പെടട്ടെ. എല്ലാ മാനമഹത്വവും കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഹല്ലേലൂയ ചെറിയ പ്രഭാഷണത്തിൽ ഇരുന്നു കൊള്ളുന്നു.